അയ്യോ, എന്റെ ചേട്ടൻ എന്ത് പറ്റി? ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു കഴിയുമ്പോൾ ബോധം തെളിയും. നിങ്ങൾ? ആന്റണി, എന്നെ കുറിച്ച് കേട്ടിരിക്കും. എന്നെ കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവ് നിറതൊപ്പുമായി എന്റെ വീട്ടിൽ കയറി വന്നു. വേണമായിരുന്നെങ്കിൽ ഈ മനുഷ്യന്റെ ശവം ഇവിടെ കൊണ്ടുവന്ന് കിടത്താമായിരുന്നു. പക്ഷേ എന്നിൽ അല്പം അനുകമ്പ അവശേഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് രക്ഷപ്പെട്ടു. ചേട്ടാ, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞേക്കും. ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കായിരിക്കും. ബി കെയർഫുൾ. ചേട്ടാ, ഞാനിവിടെ എങ്ങനെ എത്തി? ആന്റണി. ആന്റണിയോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പോലീസുകാർ ആരെയാണ് വിശ്വസിക്കാറുള്ളത്? അവർക്ക് ആരെ കണ്ടാലും സംശയമാണ്, പ്രത്യേകിച്ചും ചേട്ടന്. ആന്റണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേട്ടൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളവനല്ല ആന്റണി. കണ്ടിട്ട് ആള് വളരെ നല്ലവനാണെന്ന് തോന്നുന്നു. ഡാഡി ഇവിടെ ഇല്ല. സാരമില്ല, നീ ഇങ്ങടുത്ത് വരൂ. സഹീനെ, നീ അകത്തേക്ക് പോ. സഹീനയെ പരിചയപ്പെടാനുള്ള ഭാവമായിരിക്കും. ജോർജിന്റെ മകളല്ലേ? ഞാൻ പരിചയപ്പെടുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല, എന്നാലും ഇത്ര പെട്ടെന്നത് വേണ്ട. സഹീനയെ പരിചയപ്പെടാനുള്ള അവസരം ഞാനുണ്ടാക്കിത്തരാം. മിസ്റ്റർ ജോർജ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കപ്പൽ ഒരാഴ്ചക്കകം തുറമുഖത്തെത്തും. ഓഹോ, എന്നാൽ ഇന്ന് തന്നെ ഞാൻ കസ്റ്റംസ് ഓഫീസർ ജബൽ സിംഗിനെ കണ്ട് വിവരം ധരിപ്പിക്കാം. ഇത്തവണ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നഗരത്തിൽ എവിടെയും പതിവില്ലാത്ത വിധം വേണ്ടത്ര സെക്യൂരിറ്റി ഉണ്ട്. അവരെ കബളിപ്പിച്ച് കടക്കാൻ നമ്മുടെ ആൾക്കാർ സമർത്ഥരല്ലേ? ആയിരിക്കാം. എന്നാലും നമ്മുടെ പ്ലാനുകൾ വളരെ സീക്രട്ട് ആയിരിക്കണം. 1 കോടി രൂപയുടെ സ്വർണ്ണക്കെട്ടുകളാണ് കപ്പലിൽ വരുന്നത്. നമ്മുടെ പ്ലാനുകൾ ഏത് വിധമെങ്കിലും പുറത്തിലേക്കായാൽ അകപ്പെടുന്നത് നമ്മളായിരിക്കും. അത് ഓർമ്മ വേണം. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ കപ്പലിൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഹോട്ടലിൽ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ഓക്കെ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വരുന്നവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, പ്രത്യേകിച്ച് അബ്ദുള്ള. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം നീ അവരോട് പെരുമാറേണ്ടത്. അവർക്കെതിരായ ഒരു പ്രതികരണവും നിന്നിൽ നിന്നുണ്ടാകരുത്. മനസ്സിലായോ? എന്റെ മുമ്പിൽ അനുസരണയാണ് ആവശ്യം. You are Mr. Sulaiman? Yes. I am Anthony. Yes.
ആഹാ, അച്ഛനോ? അങ്ങോട്ടിരിക്കണ അച്ഛാ. അമ്മ വന്നില്ലേ? ഇല്ല മോളെ, ഞാൻ വീട്ടിലല്ല വരുന്നത്. കേസിന്റെ കാര്യത്തിനായി എനിക്ക് മറ്റൊരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ആ, രതീഷ് വന്നില്ലേ? ഇതുവരെ എത്തിയില്ല. ഇങ്ങനെയുണ്ടോ ഒരു ജോലി? മോളെ, നിനക്കറിയില്ല ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസറുടെ പ്രയാസം. ചേട്ടൻ പറയാറുണ്ട്. അത് അവർക്കേ അറിയാവൂ. വീട്ടിലിരിക്കുന്നവർക്ക് എന്തും പറയാം. ഈ നഗരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നീ അറിയുന്നില്ല മോളെ. ബുദ്ധിയും ശക്തിയും ഈ കാര്യത്തിൽ അവർ ഉപയോഗിച്ചിട്ടും അത് തടയാൻ കഴിയുന്നില്ല. ഇന്ന് അവരെ തടയേണ്ട ചുമതല ഞാൻ രതീഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചേട്ടൻ ഇനി ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. എല്ലാവരും ഉറങ്ങുമ്പോഴും നിയമത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം മോളെ. അതാ ചേട്ടൻ വന്നല്ലോ. ആ, അമ്മാവനെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ, വിഗ്രഹമോഷണ കേസിലെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തില്ലേ? സംശയം തോന്നിയ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇനിയും ചിലരെ കൂടി കിട്ടാനുണ്ട്. നാം നിയമം നടത്തുമ്പോൾ മറ്റൊരു നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കരുത്. എപ്പോഴും നമ്മൾ കരുതലോടെ ഇരിക്കണം. ശരി സാർ. അതെല്ലാം ഡ്യൂട്ടി സമയത്ത് എന്റെ മകളുടെ ഭർത്താവ് നിലയിൽ അമ്മാവനും മരുവനും മാത്രം മതി. സാർ, ഈ രതീഷ് ചേട്ടൻ ഇങ്ങനെയാ. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെയാ, മറ്റു ചിലപ്പോ കാണുന്ന കടുവയെ പോലെ. അതങ്ങനെയാണ് മോളെ. എത്ര ചെറിയവന്റെ മുന്നിലും നാം ചിലപ്പോൾ പൂച്ചക്കുട്ടികളാകേണ്ടി വരും. ഏത് കടുവയുടെ മുമ്പിലും സിംഹത്തെ പോലെ പെരുമാറേണ്ടിയും വരും. അതാണ് ഈ കാക്കിയുടുപ്പിന്റെ രഹസ്യം. ഞാൻ കുടുങ്ങി. രണ്ടുപേരും ഒരേ വർഗമല്ലേ, പരസ്പരം ആരും വിട്ടുകൊടുക്കില്ലല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ? രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ആ, ഇരിക്കൂ. തൃശ്ശൂർ നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ അമ്മാവൻ പോകുന്നുണ്ടോ? പോകണമെന്നുണ്ട്. പക്ഷേ IG-യും DIG-യും പോകുന്നുണ്ട്. ചുമതലപ്പെട്ടവർ എല്ലാവരും സ്ഥലം വിട്ടാൽ ഇവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആര് സമാധാനം പറയും? അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ചില മന്ത്രിമാർ ഞെട്ടുന്നത് പോലെ അച്ഛനും അങ്ങ് ഞെട്ടിക്കളയണം. അവർക്കതിന് കഴിയും മോളെ. പക്ഷേ അതുപോലെയല്ല ഞങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.